വ്യവസായിയിൽ നിന്ന് ഉപകാരം കൈപ്പറ്റിയെന്ന പരാതിയിൽ കണ്ണൂർ ടൗൺ SHOക്കെതിരെ അന്വേഷണം വരുന്നു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി കണ്ണൂർ SHO ചില വിശദീകരണങ്ങൾ, 2 വിശദീകരണങ്ങളാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. അതിലൊന്ന്, ആ സ്ഥാപനത്തിലെത്തി ഒട്ടനവധി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, മറ്റാവശ്യങ്ങൾക്കായി ഒട്ടനവധി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു സമ്മാനം എന്ന നിലയിൽ നൽകിയതാണ്, തൻ്റെ പിറന്നാൾ കൂടിയായിരുന്നുവെന്ന് അങ്ങനെ ഒരു സമ്മാനം നൽകിയതാണ് എന്നതാണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതി, ആ പരാതിക്കാരനെതിരെ മുമ്പ് ടൗൺ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസ് എടുത്തതിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു പരാതി നൽകിയത് എന്ന തരത്തിലുള്ള 2 വിശദീകരണങ്ങളാണ് കണ്ണൂർ ടൗൺ CHO ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോഴും ഇത്തരത്തിൽ പോലീസ് ആക്ട് പ്രകാരം അതിൻ്റെ ഒരു ലംഘനമുണ്ട് എന്നുൾപ്പെടെയുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യവസായി അല്ലെങ്കിൽ വ്ളോഗർ ഇത്തരത്തിൽ സമ്മാനം നൽകുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അങ്ങനെ നിന്നുകൊടുക്കാൻ പാടുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിനെന്തായാലും ഇപ്പോൾ ഒരു ആഭ്യന്തര അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അതിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഈ വ്യവസായിയും ഈ ടൗൺ SHOയും തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് 4 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും എന്ത് തുടർ നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നതാണ് കമ്മീഷണർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്.